മലപ്പുറം തിരുനാവായിലേക്കാണ് ഇന്നത്തെ യാത്ര. 271 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൻ്റെ കുംഭമേള തിരുനാവായ നാവാമുഖ ക്ഷേത്രത്തിൽ വച്ചാണ് നടത്തിയത്. അതായത് ഈ കഴിഞ്ഞ ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. ശനിയാഴ്ച രാത്രി 9:30 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ഞങ്ങൾ ആദ്യം പോയത് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലേക്കായിരുന്നു. കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാടാമ്പുഴ ക്ഷേത്രം. താന്ത്രിക ഉത്സവങ്ങൾക്കും പൂജകൾക്കും വളരെ പേരുകേട്ടൊരു ക്ഷേത്രമാണ് കാടാമ്പുഴ ക്ഷേത്രം. വിഗ്രഹമില്ലാത്ത ആദിപരാശക്തിയെ കിരാത രൂപത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ കാടാമ്പുഴ ക്ഷേത്രം. മനസ്സറിഞ്ഞു വിളിച്ചാൽ ഏതു സങ്കടങ്ങൾക്കും പരിഹാരം ലഭിക്കുമെന്നതാണ് ഇവിടുത്തെ വിശ്വാസം. മുട്ടറക്കൽ എന്ന തനത് ആചാരത്തിൻ്റെ ഒരു പ്രധാന ഇടം കൂടിയാണ് ഇവിടെ. തിരുനാവായുടെ തിരക്ക് കൊണ്ടാണോ അതോ ഇവിടെ ഇങ്ങനെ തന്നെ ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് ദേവീനെ തൊഴുന്നത്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. തൊഴുത് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ പോയത് ഒരു ഷോപ്പിങ്ങിന്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒന്നും വാങ്ങാനല്ല, ചുറ്റി നടന്ന് ഒക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട്. കാടാമ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെ 4 സൈഡും ഇതുപോലുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കടകളാണ്. ക്ഷേത്രത്തിലേക്കുള്ള വഴിപാടുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സകല സാമഗ്രികളും ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നവർക്കാണെങ്കിൽ ഒരുപാട് ടോയ്സൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളും വലിയവർക്കും ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഒരുപാടൊന്നും നടന്നു തളരാതെ നമുക്ക് ആസ്വദിച്ച് എല്ലാ കാഴ്ചകളും കാണാനായിട്ട് ആ ക്ഷേത്ര പരിസരത്ത് തന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ അതെല്ലാം കണ്ട് ആസ്വദിച്ച് നേരെ പോയത് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലേക്കായിരുന്നു. തുലാമാസം 1-നാണ് അവിടുത്തെ ഏറ്റവും വലിയ ആചാരമായ ആട്ടങ്ങേറ് നടക്കുന്നത്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയ മാന്താദേവ് മഹർഷിക്ക് ഭഗവാൻ മഹാദേവൻ ഒരു ശിവലിംഗം നൽകുകയും ആ ശിവലിംഗം എടുക്കാൻ വേണ്ടി വരുന്ന ഭദ്രകാളിയും ഈ മാന്താദേവ് മഹർഷിയുടെ ശിഷ്യന്മാരും നടത്തിയിട്ടുള്ള യുദ്ധമാണ് ആട്ടങ്ങേറിൻ്റെ പശ്ചാത്തലം. ശരിക്കും എനിക്ക് അറിയാവുന്നൊരു കഥയല്ല, ഞാനിവിടെ ചോദിച്ചപ്പോൾ എനിക്കൊരാൾ പറഞ്ഞു തന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നതും ഇവിടുത്തെ കാഴ്ചകൾ കാണുന്നത്. ക്ഷേത്രത്തിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് ആൽത്തറയും വയലുമാണ്. കൊയ്ത്ത് കഴിഞ്ഞ് കിടക്കുന്ന വയൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ പിന്നെ അവിടെ കുറേ വീഡിയോസും എടുത്ത് കുറേ കുസൃതിയും കാട്ടി. ഡാൻസ് അറിഞ്ഞൂടാത്ത എൻ്റെ ചേട്ടനെ കൊണ്ട് ഞാൻ ഡാൻസും കളിപ്പിച്ച് പിന്നെ ഇവന്മാരുടെ കുറേ ബഹളവും വച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തിരുനാവായുടെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബും ലൈക്കും മറക്കില്ലല്ലോ.